ഇലക്ഷൻ ടൈമിൽ ഞാൻ ഇതാണ് കാര്യം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ്, ഒരു അജണ്ട 5 കൊല്ലത്തിന് തിരുവനന്തപുരത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു ഡിസ്ക്രിപ്റ്റീവ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാ 100 ദിവസം എൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്താണെന്ന് ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് 100 ഡേ അജണ്ട 25 ജൂൺ നാട്ടിലെത്തിയപ്പോൾ ഞാൻ പ്രഖ്യാപിച്ചു. അതിൻ്റെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ആണ് ഫിഷറീസ് മിനിസ്റ്ററിന് 2 ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട്സ് ഞാൻ ഇലക്ഷൻ സമയത്തും പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പറഞ്ഞു. പൊഴിയൂരും വലിയൊരു ആ പിയറിൻ്റെ ഈ 2 പ്രോജക്റ്റ് ആയിട്ട് ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് എടുക്കണം. അത് അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ, പൊഴിയൂരിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കടലാക്രമണം മാത്രമല്ല, കടലാക്രമണം, അവിടുത്തെ ഒരു മിനി ഹാർബർ, അവിടുത്തെ കുടിവെള്ളം, വീട്ടിൽ കുടിവെള്ളം, അവിടെ ഒരു കോംപ്രിഹെൻസീവ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ഞാൻ ഒരു പ്രപ്പോസൽ ഫിഷറീസ് മിനിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അവിടെ അതും നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ നമ്മുടെ കേരളയിൽ ജോർജ് MOSനും കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തത് വലിയൊരു എൻ്റെ ഒരു അന്ന് ഇലക്ഷൻ ടൈമിൽ പോയിട്ട് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അവിടെ ഒന്നൊരു പിയർ ഉണ്ടാക്കണം. അതൊന്ന്. അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ലോക്കൽ കമ്മ്യൂണിറ്റീൻ്റെ കൂടെ ഇരുന്ന് കൺസൾട്ടേറ്റീവ് ഒരു മെത്തേഡിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കേണ്ടത്. അതും ഞാൻ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഫിഷറി മിനിസ്ട്രിക്ക്. അത് മുമ്പോട്ട് പോകുന്നതാണ്. എനിക്ക് ഒരു 100% കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഈ 2 വലിയൊരു കുറേ കാലമായിട്ട് ഒരു 5-6 കൊല്ലമായിട്ട് അത് ഒരു പെൻഡിങ് ഇഷ്യൂ ആയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ അവിടെ പോയിട്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരം, അതിൻ്റെ ഒരു പെർമനന്റ് പരിഹാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ പണിയെടുത്ത് അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഞാൻ അതിൻ്റെ ഒരു എഫേർട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 2 പ്രപ്പോസൽസ് ഫിഷറീസ് മിനിസ്റ്റർ കൊടുത്ത്